മഴക്കാലം ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പം നമ്മൾ ചൂട് കപ്പയും കാന്താരി ചമ്മന്തിയും കഴിക്കുക എന്നുള്ളത് ചിലർക്ക് ആഗ്രഹമാണ്. പക്ഷേ ഇലന്തൂരിലേക്ക് വന്നാൽ 365 ദിവസവും കപ്പ കിട്ടും, ഒപ്പം തന്നെ കാന്താരിയും കിട്ടും. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ പിന്തുണയോടെ കർഷകർ നടത്തുന്ന ഈ കൃഷിയെക്കുറിച്ചൊക്കെ പറയാൻ ഇലന്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാം ചെമ്പകം നമ്മളൊപ്പം ചേർന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ് ഈ കപ്പയുടെ ഒക്കെ പ്രത്യേകത, എങ്ങനെയാണ്? 365 ദിവസവും ഒരു നാട്ടിൽ കപ്പ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്കൊന്ന് ഒരു വേറിട്ട കാഴ്ചയാണ്. ഇലന്തൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യത്യസ്ത കാഴ്ചയാണ്. കാരണം ഇത് 365 ദിവസവും ഒരു വർഷത്തിൻ്റെ എല്ലാ ദിവസവും കപ്പ ലഭിക്കുന്നു എന്നാണ്. ഇവിടുത്തെ 3 കർഷകർ ഒരുമിച്ച് 6000 ഏക്കർ സ്ഥലത്ത് ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം ഈ ഇലന്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് 10,000 ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുകയാണ്. അത് 3 പേർ ചേർന്ന് 6000 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. ബാക്കി ഉള്ള കർഷകരൊക്കെ ചേർന്ന് 4000 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. 20,000 മൂട് കപ്പ 9 മാസം ഒരു സീസണിൽ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല വരുമാനമാണ്. കൃഷിയൊക്കെ കാർഷിക മേഖലയൊക്കെ അന്യം നിന്നുപോയ അല്ലെങ്കിൽ നെൽകൃഷിയൊക്കെ നഷ്ടമായ സാഹചര്യത്തിലാണ് പിന്നീട് അവർ പച്ചക്കറി കൃഷിയിലേക്ക് വന്നു. അതും നഷ്ടമായപ്പോഴാണ് അവരിപ്പോൾ കപ്പയിലേക്ക് വരുന്നത്. കപ്പ ഇപ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ ഒരു നല്ല ഉപജീവന മാർഗമായിട്ട് അവർക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. വലിയ കമ്പനികൾ ഏറ്റെടുത്താൽ അല്ലെ ഇവിടെ വന്ന് ഈ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഈ കപ്പ വാങ്ങിക്കൊണ്ട് പോയാൽ കർഷകർക്ക് വലിയ മികവായിരിക്കും. കാരണം അവർക്ക് നല്ല വില ലഭിക്കും എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ ഒരു അനുഭവം. വിളവെടുപ്പും മറ്റു കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ? വിളവെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പ നട്ട് കഴിഞ്ഞാൽ 9-ാം മാസം നമുക്ക് വിളവെടുക്കാം. 8-നും പറ്റും, 9-നും പറ്റും, 10-നും പറ്റും. ആ വിളവെടുപ്പ് നമ്മളിങ്ങനെ 360 ദിവസവും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ 3 പേര് ചേർന്ന് ഒരു സെറ്റുണ്ട്. അത് 13,500 മൂട് കപ്പയുണ്ട് ഞങ്ങൾക്ക്, 3 പേര് കൂടിയല്ലേ. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് എല്ലാം കൂടെ ഓരോരുത്തർ, ഒരാൾക്ക് 4,000 മൂടെ, ഒരാൾക്ക് 3,000 മൂടെ, ഒരാൾക്ക് 2,000 മൂടെ, ഒരാൾക്ക് 1,000 മൂടെ, അങ്ങനെയുള്ളവർ നമ്മുടെ തൊട്ടടുത്ത് ഉള്ളത് ആളാണ്. നമുക്ക് നമ്മുടെ ഇവിടെ സൈറ്റിൽ വന്ന് സാധനം എടുത്തിട്ട് ഞങ്ങൾക്ക് പറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വന്ന് പറിക്കുന്നു പോകുന്നു, നമ്മൾ ഉടൻ തന്നെ ഒരുക്കുന്നു, കാലം ഒരുക്കി വീണ്ടും നമ്മൾ പുറകെ കപ്പ ഇട്ട് പോകുന്നു. എന്നാലേ നമുക്ക് 360 ദിവസം കപ്പ എടുക്കാം. കപ്പയ്ക്ക് വില കൂടിയെങ്കിലേ ഞങ്ങൾക്ക് വല്ല 10 രൂപ കിട്ടത്തുള്ളൂ. പിന്നെ ചെയ്യുന്ന കൂലി കിട്ടും. ഒരു മൂടിന് എത്ര വെച്ചാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മൂടിന് 100 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും ആകത്തില്ല. എങ്കിലും വരുന്നവർക്കൊരു സന്തോഷം, എടുക്കുന്നവർക്ക്. അപ്പം നമ്മുടെ കപ്പ വീട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് വില കൂടുതൽ വെച്ചാൽ അവിടെ കിടക്കുമല്ലോ അവളോ. അപ്പോൾ അവർക്കും പ്രയോജനമുണ്ട്, അവർക്ക് 100 രൂപ കിട്ടും. അതാണ്. എന്തായാലും വില കൂടുതലാണെങ്കിലും ഇലന്തൂർ കപ്പയ്ക്ക് രുചി കൂടും എന്നുള്ളതാണ് ഇവിടുത്തെ കർഷകരും പഞ്ചായത്തും ഒക്കെ അറിയിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ എത്തുന്നവർ ഇലന്തൂരിലെത്തിയാൽ നല്ലതരം കപ്പ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇലന്തൂരിലേക്ക് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. പത്തനംതിട്ട ജയ്ഹിന്ദ് ന്യൂസിന് വേണ്ടി അനിൽ കരുവറ്റ.